ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിയെ തടഞ്ഞുവെച്ച ടാക്സി ഡ്രൈവർമാർ അറസ്റ്റിൽ. മൂന്നാർ സ്വദേശികളായ വിജയകുമാർ, വിനായകൻ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൃത്യവിലോപം കാണിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. യുവതിയുടെ പരാതി ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുത്തിരുന്നു. കഴിഞ്ഞ 30-ാം തീയതിയാണ് മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിനി ജാൻവിക്ക് ടാക്സി ഡ്രൈവർമാരുടെയും യൂണിയൻ നേതാക്കളുടെയും ഭാഗത്തു നിന്നും ദുരനുഭവം ഉണ്ടായത്. ഓൺലൈൻ ടാക്സി വിളിച്ചെത്തിയ ജാൻവിയെ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരായ വിനായകനും വിജയകുമാറും ഉൾപ്പെടുന്ന സംഘം വാഹനം പിന്തുടർന്ന് തടയുകയായിരുന്നു. ഓൺലൈൻ ടാക്സി മൂന്നാർ മേഖലയിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഇവരുടെ നിലപാട്. തർക്കം രൂക്ഷമായതോടെ ജാൻവി മൂന്നാർ പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും പോലീസ് ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തതെന്നാണ് ജാൻവിയുടെ പരാതി. So today morning we were leaving Munnar and our BNB host casually told us that there are no Uber or Ola pickups allowed in Munnar. Not available. Not allowed. We had already booked the cab. We asked him that why is it so? Why are they not allowed to pick us up from here when they were the ones who dropped us? He told us that because of the union. And then he basically warned us that if we still want to go by Uber, we have to call him to a different location and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy. We started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. Then when we called Kerala Tourism, the same thing was being told to us that you have to go with the union taxi. Everybody kept throwing the same sentence to us. You're not allowed. You're not allowed to decide who you travel with. You're not allowed to feel safe. You're not allowed to exercise your constitutional rights. യാത്രയിലുണ്ടായ ദുരനുഭവങ്ങൾ ജാൻവി പിന്നീട് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. യുവതിയുടെ പരാതി ജനം TV വാർത്തയാക്കിയതിന് പിന്നാലെ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ വഴിയിൽ തടഞ്ഞ വിനായകനെയും വിജയകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ ASI സാജു പൗലോസ്, ഗ്രേഡ് SI ജോർജ് കുര്യൻ എന്നിവർ യുവതിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തില്ലെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇവർക്കായുള്ള തെരച്ചിലും മൂന്നാർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.